ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു സെക്ഷനിൽ എടുക്കുന്നത് ഫ്ലോ ത്രൂ നോസിൽ അണ്ടർ വേരിയിങ് പ്രഷർ റേഷ്യോസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത്. ആദ്യം കൺവെർജൻറ്റ് നോസിലും അതുപോലെ കൺവെർജൻറ്റ് ഡൈവർജൻറ്റ് നോസിലുമാണ് എടുക്കുന്നത്. അതായത് ഈ ടോപ്പിക്കിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു നോസിലിലൂടെയുള്ള ഫ്ലോയിൽ പ്രഷർ റേഷ്യോ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രഷർ റേഷ്യോ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും, പ്രഷർ റേഷ്യോ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും, പിന്നെ അതുപോലെ ചോക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനനും നമ്മൾ കുറിച്ച് പഠിക്കുന്ന ഒരു സെക്ഷനാണ് ഇത്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ എന്നൊക്കെ ഉള്ളത് ഓർക്കുന്നുണ്ടോ? ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ പി സ്റ്റാർ ബൈ പി നോട്ട് ആയിരുന്നു. അതെന്തായിരുന്നു? 2/γ+1 ഓൾ റേസ് ടു γ/γ-1 എന്നുള്ള ഇതാണ് ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോൻ്റെ ഇക്വേഷൻ. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ എന്താണ് m=1 എന്ന് കൊടുത്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി ഫോർ എയർ നമുക്കറിയാം എന്ത്, ഗാമേൻ്റെ വാല്യൂ 1.4 ആണ്. അപ്പം ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ എത്ര കിട്ടും? പി സ്റ്റാർ ബൈ പി നോട്ട് എന്ന് പറയുന്നത് ഏകദേശം 0.528 ആണ്. ഈ ഒരു വാല്യൂ ഓർത്ത് വെക്കുക. ഓക്കെ, 0.528. ജസ്റ്റ് ഒന്നുമില്ല, ഗാമേൻ്റെ വാല്യൂ 1.4 കൊടുത്താൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ 0.528 ആയിട്ട് കിട്ടും. റെഡി അല്ലേ? ഇനി അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിലത്തെ ടോപ്പിക് തന്നെയാണ്, എന്താണ് ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ. ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ ആണത്. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ? പി സ്റ്റാർ അല്ലേ, പി സ്റ്റാർ. അതിന് സിഗ്നിഫിക്കൻസ് എന്താണ്? അതായത് മാക് നമ്പർ 1 ആവുന്ന കണ്ടീഷനാണ് നമ്മൾ ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് പറയാം അല്ലേ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ് ക്രിട്ടിക്കൽ പ്രഷർ. അപ്പം മാക് നമ്പർ 1 നമ്പറുള്ള പ്രഷർ ആയതുകൊണ്ട് ക്രിട്ടിക്കൽ പ്രഷർ പി സ്റ്റാർ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഈ മാക് നമ്പർ 1 ആകുമ്പോഴാണ് മാസ് ഫ്ലോ റേറ്റ് മാക്സിമം ആവുക. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായിരുന്നു. ഇല്ലെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുക ഈ ഒരു കാര്യം. അതായത് മാക് നമ്പർ 1 ആകുമ്പോഴായിരിക്കും എന്ത്, മാസ് ഫ്ലോ റേറ്റ് ഏറ്റവും കൂടുതലായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് ഇരിക്കുക, തന്നെ ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം നമ്മൾ ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനായ കൺവെർജൻറ്റ് നോസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മളിതിലൊരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. ആ അറേഞ്ച്മെൻ്റ് ഒന്ന് പഠിക്കണം. അതിലെന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ആദ്യം ഒരു റിസർവോയർ ഉണ്ട്. ഓക്കെ, അതായത് ഒരു വലിയൊരു എയറിൻ്റെ റിസർവോയർ ആണെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു എയർ സ്റ്റാഗ്നേഷൻ കണ്ടീഷനിലാണ്. എന്ത് കണ്ടീഷനിലാണ്? സ്റ്റാഗ്നേഷൻ കണ്ടീഷനിലാണ്. അതിന് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു? സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ്റെ പ്രത്യേകത അവിടെ വെലോസിറ്റി 0 ആയിരിക്കും അല്ലേ. എല്ലാ പ്രോപ്പർട്ടീസിനും നമ്മൾ നോട്ട് എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യാറ്. ടി നോട്ട്, പി നോട്ട്, എച്ച് നോട്ട്, പി നോട്ട്, ടി നോട്ട്, റോ നോട്ട് എല്ലാം സ്റ്റാഗ്നേഷൻ കണ്ടീഷനിലാണ് ഓർത്തിരിക്കുക ഇനീഷ്യലി. ആൻഡ് ആ ഒരു റിസർവോയറിൽ, അപ്പോൾ ആൾറെഡി ഞാൻ ആദ്യം മുതൽ പറയാണ്, ആ ഒരു റിസർവോയർ ഉണ്ട്. ആ റിസർവോയറിലുള്ള എയർ സ്റ്റാഗ്നേഷൻ കണ്ടീഷനിലാണ്. ആ റിസർവോയറിൻ്റെ എൻഡിൽ എന്താണ്, ഒരു നോസിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, കൺവെർജൻറ്റ് നോസിൽ. നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കൺവെർജൻറ്റ് നോസിൽ നമ്മൾ ആ ഒരു റിസർവോയറിൻ്റെ എൻഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ നോസിൽ കണക്ട് ചെയ്തത് എന്താണ്, ഒരു എക്സോസ്റ്റ് ചേമ്പറിലേക്കാണ് നമ്മൾ ആ നോസിൽ കണക്ട് ചെയ്തത്. എന്ത് ചേമ്പറാണ്? എക്സോസ്റ്റ് ചേമ്പർ. അതുപോലെ ആ എക്സോസ്റ്റ് ചേമ്പർ തന്നെ ഒരു വാൽവും ഉണ്ട്. ഈ വാൽവ് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഈ എക്സോസ്റ്റ് ചേമ്പറിൻ്റെ വാൽവ് ഓപ്പൺ ക്ലോസും ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ നോസിലിന് അക്രോസ് ആയിട്ടുള്ള പ്രഷർ നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റും. ഈ നോസിലല്ല, ആ വാൽവ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓക്കെ നമുക്ക് പ്രഷറിന് വേരി ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫ്ലോന് വേരി ചെയ്യിക്കാൻ പറ്റും. അതിനാണ് നമ്മളവിടെ വാൽവ് ഫിറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ അതിൽ നമുക്ക് 3 പ്രഷർ റേഷ്യോസ് പഠിക്കണം, 3 പ്രഷറുകൾ പഠിക്കാൻ ആദ്യം തന്നെ. ആദ്യത്തെ പ്രഷറാണ് പി നോട്ട്. എന്താണ് ഈ പി നോട്ട് എന്ന് പറഞ്ഞാൽ? സ്റ്റാഗ്നേഷൻ പ്രഷർ. ഇത് എവിടെയുള്ള പ്രഷറാണ്? ഇത് നമ്മുടെ റിസർവോയറിലുള്ള പ്രഷറാണ് പി നോട്ട് എന്നുള്ളത്. ഓക്കെ അല്ലേ, അതാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ. ഇനി അടുത്തൊരു പ്രഷറാണ് ഈ സ്റ്റാഗ്നേഷൻ പ്രഷറിന് തന്നെയായിരിക്കും എന്ത്, നോസിലിൻ്റെ ഇൻലെറ്റ് പ്രഷറും. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ പി നോട്ട് തന്നെയായിരിക്കും നോസിലിൻ്റെ ഇൻലെറ്റ് പ്രഷറും. ഇനി അടുത്തൊരു പ്രഷറാണ് പി ഇ എന്ന് പറയുന്നത്. പി ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിറ്റ് പ്രഷർ. അതായത് ആ നോസിലിൻ്റെ എക്സിറ്റിലുള്ള പ്രഷറാണ് എക്സിറ്റ് പ്രഷർ. അടുത്തൊരു പ്രഷറാണ് പി ബി എന്ന് പറഞ്ഞത്. പി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സോസ്റ്റ് ചേമ്പർ പ്രഷർ അഥവാ ബാക്ക് പ്രഷറിനെയാണ് നമ്മൾ പി ബി എന്ന് പറയാം. അതായത് നമ്മൾ ആ വാൽവ് റൊട്ടേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ആ വാൽവ് റൊട്ടേറ്റ് ചെയ്തത് കാരണം ഒരു പ്രഷർ ഉണ്ടാകും ആദ്യം തന്നെ. അപ്പോൾ ആ ഒരു പ്രഷറാണ് പി ബാക്ക് പ്രഷർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഈ മൂന്ന് പ്രഷറുകളും കൃത്യമായി മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി എന്താണ് ജസ്റ്റ് ആ വാൽവ് ഓപ്പൺ ചെയ്താൽ സംഭവിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇനീഷ്യലി പിന്നെ അതുപോലെ നമ്മൾ ഈ പുറത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണ്. അതാണ് ഞാൻ P80 എന്നുള്ള ഇതിൽ റെപ്രസെൻ്റ് ചെയ്തത്. സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ റിസർവോറിലുള്ള സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ 10 ബാർ ആണെന്ന് വിചാരിക്കുക. 10 ബാർ ആയിട്ട് വിചാരിക്കുക. നമ്മുടെ റിസർവോറിലുള്ള സ്റ്റാഗ്നേഷൻ പ്രഷർ 10 ബാർ ആയിട്ട് കരുതുക. ഞാൻ ഇനീഷ്യലി ഈ വാൽവ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? എല്ലായിടത്തിലും സെയിം പ്രഷർ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? എല്ലായിടത്തിലും സെയിം പ്രഷർ ആയിരിക്കും. എല്ലായിടത്തിലും 10 തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെയും 10 ആയിരിക്കും, ഈ എക്സിറ്റിലും 10 ആയിരിക്കും, ബാക്ക് പ്രഷറും 10 ആയിരിക്കും അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വാൽവ് ക്ലോസ് ചെയ്ത് വെച്ചാൽ എല്ലായിടത്തിലും 10 ബാർ തന്നെ ആയിരിക്കും പ്രഷർ. അപ്പോൾ എന്താണ്? ഒരു ഫ്ലോയും ഉണ്ടാകില്ല. ഉണ്ടാവുമോ? ഇല്ല, ഒരു ഫ്ലോയും ഉണ്ടാവില്ല. കാരണം ഫ്ലോ ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം എന്താണ്? ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകണം. അപ്പോൾ നമ്മളിവിടെ പ്രഷർ റേഷ്യോ എടുത്തിട്ടുണ്ട്. പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ PB/P0 ആണ്. ഓക്കെ, അപ്പോൾ പ്രഷർ റേഷ്യോൻ്റെ എന്താണ്? നമ്മൾ 10/10 കിട്ടും. അപ്പം 1 ആയിരിക്കും പ്രഷർ റേഷ്യോ വരിക. അപ്പോൾ ഫ്ലോ ഒന്നുമില്ലാത്ത കണ്ടീഷനിൽ ഈ പ്രഷർ റേഷ്യോ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടോ? ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഞാൻ എന്ത് ചെയ്ത്? രണ്ടാമത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ കേസിൽ ഞാൻ ബാക്ക് പ്രഷർ ഒരു 8 ബാർ ആക്കി ചുരുക്കി. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഇവിടെ 10 ബാറുമാണ്, അതായത് റിസർവോറിൽ 10 ബാറുമാണ്, എക്സോസ്റ്റ് ചാമ്പറിൽ 8 ബാറുമാണ്. അപ്പം 10ഉം 8ഉം ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട്, ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യും അല്ലേ? ആ ഒരു ഫ്ലോൻ്റെ വേരിയേഷനാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, മാർക്ക് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്യുന്നത് കണ്ടോ? ആൻഡ് അതായത് നോസിൽ എന്ത് സംഭവിക്കും? പ്രഷർ കുറയുന്നു, വെലോസിറ്റി കൂടുന്നു. ഓക്കെ, നോക്കുക, പ്രഷർ കുറയുന്നു, വെലോസിറ്റി കൂടുന്നു. പ്രഷർ കുറയുന്ന കണ്ടോ? പ്രഷർ കുറഞ്ഞു. അപ്പോൾ ബാക്ക് പ്രഷറിൻ്റെ റേഷ്യോ ഇവിടെ എത്ര വരിക? ഈ ബി എന്നുള്ള പോയിന്റിൽ എത്ര വരിക? ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. 0.8 ആയിരിക്കും ഇവിടെ വരിക. 0.8 ആയിരിക്കും വരിക, കാരണം 8/10. ഓക്കെ, 0.8 വരും നമുക്ക്. വീണ്ടും ഞാൻ പ്രഷർ കുറച്ച്. മൂന്നാമത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്ത്? ബാക്ക് പ്രഷർ 6 ആക്കി വെച്ച്. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ റേഷ്യോ എത്ര വരും? PB/PO ആണ് അല്ലേ? PB 6, PO എന്ന് പറഞ്ഞാൽ 10. അപ്പം 6/10 0.6 കിട്ടും. ഏകദേശം ഒരു 0.6 കിട്ടി. റെഡി അല്ലേ? അപ്പം എന്ത് സംഭവിക്കും? കുറച്ചുകൂടെ കൂടുതൽ മാസ് ഫ്ലോ റേറ്റ് അത് നോസിലിൽ കൂടെ പോകും ഇല്ലേ? കാരണം എന്താണ്? ആദ്യം 2 ആയിരുന്നു ഡിഫറൻസ് ഉണ്ടായിരുന്നത്, 8-2 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം 6-10 കിട്ടി, അതായത് 4 ഡിഫറൻസ് വന്നു, അതായത് പ്രഷർ ഡിഫറൻസ് കൂടി. അപ്പോൾ എന്താണ്? മാസ് ഫ്ലോ റേറ്റ് കൂടി. അപ്പം എന്ത് സംഭവിക്കും? പ്രഷർ ഡിഫറൻസ് കൂടി, മാസ് ഫ്ലോ റേറ്റ് കൂടി ഈ ഒരു പോയിന്റ് വരെ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അത് നേരത്തെ കേസിലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കോൺസ്റ്റന്റ് ആണ്. ഞാൻ ഈ വരയ്ക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. കാരണം എന്താണ്? നോസിലിൻ്റെ എക്സിറ്റിലും ബാക്ക് പ്രഷറും സെയിം ആണ്, അതുകൊണ്ട് അത് കോൺസ്റ്റന്റ് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു? വീണ്ടും പ്രഷർ കുറച്ച്. ഈ ഒരു കണ്ടീഷൻ ഡി എന്നുള്ള കർവ് ഉണ്ടോ? ഇവിടെ ഞാൻ 0.528 ആക്കി വെച്ച് വിചാരിക്കുക. ഈ ഒരു കണ്ടീഷൻ. ഓക്കെ, ഈ ഒരു ലൈൻ 0.528 ഞാൻ പ്രഷർ റേഷ്യോ വെച്ച്, ഇല്ലെങ്കിൽ 5.28 വെച്ച്. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ബാക്ക് പ്രഷർ ഞാൻ 5.28 വെച്ച്. 5.28 ഞാൻ പറഞ്ഞു. ഈ 5.28 ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ഈ 5.28ൻ്റെ പ്രത്യേകത? അത് ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ ആണ് അല്ലേ? ഈ ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മാക് നമ്പർ 1 ആണ്. അപ്പോൾ ഇനീഷ്യലി അത് 0 ആയിരുന്നു, ഇവിടെ വെലോസിറ്റി 0 ആയിരുന്നു. നമ്മളത് പ്രഷർ ഇങ്ങനെ കുറച്ച് പ്രഷർ റേഷ്യോ 0.528 എത്തിയപ്പോൾ അതെന്ത് സംഭവിച്ച്? മാക് നമ്പർ 1 ആയി അല്ലേ? മാക് നമ്പർ 1 ആയി എന്ത് സംഭവിക്കും? അവിടെ മാക്സിമം ഫ്ലോ റേറ്റ് ഉണ്ടാകും അല്ലേ? മാക് നമ്പർ 1 ആവുന്ന കണ്ടീഷനിൽ എന്താണ്? മാക്സിമം ഫ്ലോ റേറ്റ് ഉണ്ടാവും. നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെ, മാക്സിമം മാസ് ഫ്ലോ റേറ്റ് ഉണ്ടാകും. ഓക്കെ, വീണ്ടും സപ്പോസ് ഞാൻ ഈ 5.28നേക്കാളും നമ്മളൊരു പ്രഷർ റേഷ്യോ കുറച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, അടുത്ത കണ്ടീഷനാണ് ഞാൻ ഈ 5.28നേക്കാളും പ്രഷർ റേഷ്യോ കുറച്ച്. എന്ത് സംഭവിക്കും നോക്കാം. ഞാൻ അടുത്ത കേസിൽ 5.28നേക്കാളും കുറച്ച്. സപ്പോസ് ഞാൻ ബാക്ക് പ്രഷർ 4 ആക്കിയെന്ന് വിചാരിക്കാം. 4 ആക്കിയാൽ ഇനി എന്ത് സംഭവിക്കും? മാസ് ഫ്ലോ റേറ്റ് കൂടുമോ? വീണ്ടും ഞാൻ ഈ പ്രഷർ കുറച്ചാൽ മാസ് ഫ്ലോ റേറ്റ് കൂടുമോ?
അതിന് മുമ്പ് നമ്മൾ 5.28 ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ 5.28ൻ്റെ ആ ഒരു പ്രഷർ റേഷ്യോൻ്റെ വേരിയേഷൻ. ഓക്കെ, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, സപ്പോസ് അടുത്ത കേസ് നമ്മൾ എന്ത് ചെയ്ത് ബാക്ക് പ്രഷർ 4 ആക്കി ചുരുക്കി, 4 ആക്കി ചുരുക്കി. ഓക്കെ, ഇവിടെ 4 ആക്കി ചുരുക്കി, വീണ്ടും റെഡ്യൂസ് ചെയ്ത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇനിയും മാസ് ഫ്ലോ റേറ്റ് കൂടുമോ? ഇല്ല, ഒരിക്കലും കൂടൂല. അപ്പോൾ നമ്മുടെ ആ 4 ആക്കി ചുരുക്കിയ ബാക്ക് പ്രഷറാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. ഓക്കെ, 4 ആക്കി റെഡ്യൂസ് ചെയ്ത ബാക്ക് പ്രഷറാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. പക്ഷെ എന്താണ്, നമുക്കറിയാം മാക്സിമം മാസ് ഫ്ലോ റേറ്റ് എവിടെയാണ് എത്തുക, അച്ചീവ് ചെയ്യുക? പ്രഷർ റേഷ്യോ 0.528 എത്തുമ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് മാക്സിമം മാസ് ഫ്ലോ റേറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം, അല്ലേ? പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ ഇത് പ്രഷർ റേഷ്യോ പറഞ്ഞാൽ 5.28 ആണ്, അല്ലേ? ഇവിടുത്തെ 4 ആണ്. അപ്പം എന്ത് സംഭവിക്കും? സഡൻലി, അതായത് മാസ് ഫ്ലോ റേറ്റ് കൂടുന്നില്ല. ഒരു സ്ഥലത്ത് നോസിലെ എക്സിറ്റിലാണെങ്കിൽ 5.28ഉം അതുപോലെ ചേമ്പറിലാണെങ്കിൽ 4ഉം ആണ്, അല്ലേ? അപ്പം കൂടിയ പ്രഷറിന് മാസ് ഫ്ലോ റേറ്റ് കൂടുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? മാസ് ഫ്ലോ റേറ്റ് കൂടുന്നില്ല, ഒരു സഡൻ പ്രഷർ വേരിയേഷൻ വരും. റെഡി അല്ലേ? കാരണം ക്രിട്ടിക്കൽ കണ്ടീഷൻ കഴിഞ്ഞ് നമ്മൾ പ്രഷർ കുറച്ചാൽ അവിടെ മാസ് ഫ്ലോ റേറ്റ് കൂടൂല. അവിടെ എന്ത് സംഭവിക്കും? മാസ് ഫ്ലോ റേറ്റ് കൂടുന്നില്ല, അവിടെ പെട്ടെന്നൊരു പ്രഷർ റൈസ് വരും. അതായത് ഈ ഒരു കണ്ടീഷനിൽ ഇവിടേക്ക് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യും? ഒരു ഷോക്ക് വേവ് ആയിട്ട് ഫോം ചെയ്യും. ഇതാ ഷോക്ക് വേവ് ആയിട്ട് ഫോം ചെയ്യും, കണ്ടോ? ഷോക്ക് വേവ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ആ ഒരു ഫിനോമിനാണ് നമ്മൾ എന്ത് പറയാം? ചോക്കിംഗ് എന്ന് പറയാം. ചോക്കിംഗ്. അപ്പോൾ എന്താണ് ചോക്കിംഗ് എന്നുള്ളത് എഴുതിക്കൂടാ. ചോക്കിംഗ് ഫിനോമിന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് എഴുതിക്കോളെ ചോക്കിംഗ് എന്താണെന്നുള്ളത്. ഓക്കെ, ചോക്കിംഗ് CHOCKING, ചോക്കിംഗ് എന്ന് പറഞ്ഞ ഫിനോമിന എന്താണെന്നുള്ളത്. അതായത് it is a phenomenon of fixed mass flow rate irrespective of pressure ratio is called ചോക്ക്ഡ്. ഇറ്റ്സ് കോൾഡ് ചോക്കിംഗ്. ചോക്ക്ഡ് അല്ല, ചോക്കിംഗ്. ഓക്കെ, അപ്പം ചോക്കിംഗ് എന്നുള്ളൊരു ഫിനോമിനൽ സംഭവിക്കും. എങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ പറഞ്ഞ്, നമ്മളൊരു ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ ഉണ്ട് 0.528 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 5.28 ബാക്ക് പ്രഷർ വരുന്നൊരു ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചുരുക്കി കഴിഞ്ഞാൽ ഇതെന്ത് സംഭവിക്കും? ചോക്കിങ്ങിന് വിധേയമാകും. അതായത് നമ്മൾ പ്രഷർ റേഷ്യോ കുറച്ചെന്ന് വെച്ചിട്ട് മാസ് ഫ്ലോ റേറ്റ് കൂടുതല. നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നോക്കുക, ഇതാ ഈ ഒരു കർവിൽ നോക്കുക. ഈ ഒരു കർവിൽ എന്താ സംഭവിച്ചത്? നമ്മൾ പ്രഷർ റേഷ്യോ കുറയ്ക്കുന്നതനുസരിച്ച് മാസ് ഫ്ലോ റേറ്റ് കൂടി. രണ്ടാമത്തെ കുറച്ചുകൂടെ മാസ് ഫ്ലോ റേറ്റ് കൂടി, അല്ലേ? രണ്ടാമത്തെ കർവിലും മാസ് ഫ്ലോ റേറ്റ് കൂടി. മൂന്നാമത്തെ കർവിലും പ്രഷർ റേഷ്യോ കുറയ്ക്കുന്നതനുസരിച്ച് മാസ് ഫ്ലോ റേറ്റ് കൂടി. എന്നാൽ നാലാമത്തെ കണ്ടീഷനിൽ എന്ത് ചെയ്ത്? പ്രഷർ റേഷ്യോ നമ്മൾ ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോനേക്കാളും കുറച്ച്, വളരെയധികം കുറച്ച്. അപ്പോൾ എന്ത് സംഭവിച്ചു? മാസ് ഫ്ലോ റേറ്റ് കൂടിയില്ല. അപ്പം ആ ഒരു മാസ് ഫ്ലോ റേറ്റ് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്ത് എന്താ ചെയ്തത്? ആ ഒരു എയർ എന്ത് ചെയ്ത്? ഒരു ഷോക്ക് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്ത്, എക്സ്പാൻഷൻ വേവ് ആയിട്ട്. ഓക്കെ, ഒരു എക്സ്പാൻഷൻ വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്ത്. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. ആൻഡ് വീണ്ടും നമ്മൾ ഫർദർ റെഡ്യൂസ് ചെയ്ത് എന്താണ്? വീണ്ടും അത് താഴോട്ടേക്ക്, അതായത് 4നേക്കാൾ നമ്മൾ അടുത്ത കേസിൽ 3 ആക്കിയെന്ന് വിചാരിക്കും സപ്പോസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ എക്സിറ്റുള്ള പ്രഷർ റേഷ്യോ 5.28 തന്നെയാണ്. അപ്പോൾ ഈ 5.28 നിന്ന് പെട്ടെന്ന് തന്നെ 3ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഒരു സഡൻ ഷോക്ക് വേവോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ വേവ് ആയിട്ട് മാറണം. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെയാണ് മാറുക. അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി നമ്മൾ ഈ പറഞ്ഞത് ഒന്ന് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 റീജിയൻ ആണുള്ളത്, റീജിയൻ 1ഉം റീജിയൻ 2ഉം. അപ്പോൾ റീജിയൻ 1ൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ മാസ് ഫ്ലോ റേറ്റ് റീജിയൻ 1ൽ നമ്മൾ പ്രഷർ റേഷ്യോ കുറയ്ക്കുന്നതിനനുസരിച്ച് മാസ് ഫ്ലോ റേറ്റ് കൂടി വരുന്നുണ്ട്. റീജിയൻ 2ൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ റേഷ്യോ കുറച്ചാലും മാസ് ഫ്ലോ റേറ്റ് മാറുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് റീജിയൻ 2 ആണ് ശരിക്കും ചോക്ക്ഡ് കണ്ടീഷൻ എന്ന് പറയാം, റീജിയൻ 2. ഇനി നമ്മൾ ഈ മാസ് ഫ്ലോ റേറ്റും അതുപോലെ പ്രഷർ റേഷ്യോയും തമ്മിലുള്ള ഒരു വേരിയേഷൻ ഒന്ന് ഇത് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാണ്, എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ വാല്യൂസ് ഒന്നും അത്ര നിർബന്ധമില്ല, ജസ്റ്റ് നിങ്ങൾ എം ഡോട്ട് ഒന്ന് ഓർത്താലും മതി. എം ഡോട്ട് യൂസസ് പ്രഷർ റേഷ്യോ. ഓക്കെ, എം ഡോട്ട് യൂസസ് പ്രഷർ റേഷ്യോ.
സപ്പോസ് പ്രഷർ റേഷ്യോ 1 ആണെന്ന് വിചാരിക്കുക. ഈ എ എന്നുള്ള പോയിന്റിൽ ഇവിടെ 1 ആണെന്ന് വെച്ചിരിക്കും. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രഷർ റേഷ്യോ 1 ആകുമ്പോൾ എന്താണ്? യാതൊരു ഫ്ലോയും ഇല്ല. ഇനി പ്രഷർ റേഷ്യോ നമ്മളെടുത്ത പോലെ ഒരു 8 ആയിട്ട് കരുതുക, അല്ലെങ്കിൽ ഒരു പ്രഷർ റേഷ്യോ 0.8 ആയിട്ട് വരും എന്ന് വിചാരിക്കുക. 0.8, അതായത് ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. 0.8 0.8 ആയിട്ട് എടുക്കുക. അപ്പോൾ എന്താണ്? അവിടെ ഒരു ചെറിയൊരു മാസ് ഫ്ലോ റേറ്റ് ഉണ്ടായിരുന്നു നമുക്ക്, ഇല്ലേ? അവിടെ ചെറിയൊരു മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്. ഇനി വീണ്ടും നമ്മൾ പ്രഷർ റേഷ്യോ കുറച്ച് ഒരു 0.6 ആയിട്ട് വിചാരിക്കുക. അപ്പോൾ എന്താണ്? വീണ്ടും മാസ് ഫ്ലോ റേറ്റ് കൂടി. അങ്ങനെ ഏതുവരെ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് കൂടും പ്രഷർ റേഷ്യോ കുറയ്ക്കുന്നതിനനുസരിച്ച് 0.528 എന്നുള്ള ഒരു പ്രഷർ റേഷ്യോ കുറയ്ക്കുന്നത് വരെ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് കൂടി വരും. കണ്ടില്ലേ? ഇവിടെ കൂടി വരുന്നുണ്ടല്ലേ? ആൻഡ് ഒരു ഒപ്റ്റിമം 0.528 എന്നുള്ള ഒരു ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രഷർ റേഷ്യോ കുറച്ചാലും മാസ് ഫ്ലോ റേറ്റ് കൂടില്ല. അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് മാസ് ഫ്ലോ റേറ്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ്. അതേപോലെയാണ് നമ്മളിവിടെ ബാക്ക് പ്രഷറും സംഭവിക്കുന്നത്. നമ്മൾ ഇനീഷ്യലി പ്രഷർ റേഷ്യോ കുറയ്ക്കുന്നതിനനുസരിച്ച് മാസ് ഫ്ലോ റേറ്റ് കൂടും. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. അപ്പം ഇതൊരു ഡിഫിക്കൽട്ട് പോർഷൻ ആണെന്ന് അറിയാം. വീണ്ടും ഇരുന്ന് കണ്ട് പഠിച്ച് മനസ്സിലാക്കുക. വേറെ വഴിയില്ല. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ ചോക്കിങ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കൺവെർജിങ് നോസിലായിരുന്നു ഫസ്റ്റ് സെക്ഷൻ എങ്കിൽ കൺവെർജന്റ് ഡൈവർജന്റ് നോസിലാണ് നമ്മുടെ സെക്കൻഡ് സെക്ഷൻ, രണ്ടാമത്തെ സെക്ഷൻ. ഇതെല്ലാം നമ്മുടെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ കൺവെർജിങ് നോസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു റിസർവോയർ ഉണ്ട്. ഓക്കെ, ഒരു റിസർവോയർ ഉണ്ട്, ഒരു കൺവെർജിങ് ഡൈവർജിങ് നോസിൽ ഉണ്ട്, പിന്നെ അത് ഇവിടെ ഒരു എക്സോസ്റ്റ് ചേമ്പർ ഉണ്ട്, പിന്നെ എന്താണ് ഇവിടെ ഒരു വാൽവ് ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. കഴിഞ്ഞ അതേപോലെ തന്നെ ഒരൊറ്റ വ്യത്യാസമുള്ളൂ, ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത് കൺവെർജന്റ് ഡൈവർജന്റ് നോസലാണ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഈ വാൽവ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനീഷ്യലി വാൽവ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇവിടെ പ്രഷർ എന്തൊക്കെയാണ്? ഈ നോസിലിൻ്റെ ഇൻലെറ്റിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ, നോസിലിൻ്റെ എക്സിറ്റിൽ PE എക്സിറ്റ് പ്രഷർ, ആൻഡ് ഈ വാൽവ് കാരണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രഷറാണ്, ഇല്ലെങ്കിൽ ഈ ചേമ്പറിൻ്റെ അകത്തുള്ള പ്രഷറാണ് ബാക്ക് പ്രഷർ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. നമ്മൾ ഇനീഷ്യലി വാൽവ് ക്ലോസ് ചെയ്ത് വെച്ച്, അതായത് ഒരു ഫ്ലോയും ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ റേഷ്യോ 1 ആണ്. അപ്പോൾ നമുക്ക് ആ പ്രഷർ റേഷ്യോൻ്റെ വേരിയേഷൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ വാൽവ് പതുക്കെ ഓപ്പൺ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? സപ്പോസ് ഞാൻ പതുക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ എക്സോസ്റ്റ് ചേമ്പറിലെ പ്രഷർ 8 ബാറാക്കി വെച്ച്. അപ്പോൾ നമുക്ക് പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ B/P0 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.8 ആണ് കിട്ടുക, അല്ലേ? അപ്പം ഇതാണ് 0.8. സപ്പോസ് A = 0.8 ആണ് നമ്മുടെ പ്രഷർ റേഷ്യോ എന്ന് വിചാരിക്കാം, ഫസ്റ്റത്തെ കർവ്. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു കൺവെർജിങ് സെക്ഷൻ ഉണ്ട്, അല്ലേ? ഇതുവരെ ഉള്ളതാണ് കൺവെർജിങ് സെക്ഷൻ, അല്ലേ? ഇവിടെ വരെയാണ് കൺവെർജിങ് സെക്ഷൻ. അവിടെ എന്ത് സംഭവിക്കും? പ്രഷർ റേഷ്യോ കുറയും, അല്ലേ? അവിടെ വെലോസിറ്റി കൂടും. എന്നാൽ ഈ ഒരു വെലോസിറ്റി ക്രിട്ടിക്കൽ വെലോസിറ്റി ആയ മാക് നമ്പർ 1 എന്നുള്ളൊരു കണ്ടീഷൻ എത്താത്തത് കൊണ്ട് തന്നെ, അതായത് ഇത് സബ്സോണിക് ഫ്ലോ ആയിരിക്കും ഉണ്ടാവുക, ഈ ഒരു 8 ബാറിൽ സബ്സോണിക് ഫ്ലോ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇതൊരു ക്രിട്ടിക്കൽ മാക് നമ്പർ എത്താത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അത് വീണ്ടും ഡിഫ്യൂസറിലേക്ക് കടന്നിട്ട് അതിൻ്റെ പ്രഷർ കൂടിയിട്ട് അത് പുറത്തേക്ക് എക്സിറ്റ് ആയിട്ട് പോകും. കാരണം ഇതൊരു ഡിഫ്യൂസർ പോലെയാണ് ആക്ട് ചെയ്യുന്നത് സബ്സോണിക് ഫ്ലോയിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്ത്? ഞാൻ ഒരു ബാക്ക് പ്രഷർ ഒരു 6 ബാറായിട്ട് വീണ്ടും ചുരുക്കി. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ചുകൂടെ വെലോസിറ്റി കൂടി. എന്നാലും സോണിക് വെലോസിറ്റി ക്രിട്ടിക്കൽ വെലോസിറ്റി എത്താത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ആദ്യം വെലോസിറ്റി കൂടും, പിന്നെ എന്ത് ചെയ്യും? ഇത് ഡിഫ്യൂസർ പോലെ ആക്ട് ചെയ്യും ഈ ഒരു ഡൈവർജൻസ് സെക്ഷൻ. അപ്പോൾ അത് വീണ്ടും പ്രഷർ റേഷ്യോ കൂടിയിട്ട് പുറത്തേക്ക് പോകും. ഇനി വീണ്ടും ഞാൻ മാക് നമ്പർ 1 എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തിച്ച്, അതായത് സപ്പോസ് ഒരു 5.28 എന്നുള്ളൊരു പ്രഷർ റേഷ്യോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്ലോ ചെയ്യാൻ അനുവദിച്ച്. അപ്പോൾ എന്ത് സംഭവിച്ച്? വീണ്ടും എന്താണ്? പ്രഷർ റേഷ്യോ കുറഞ്ഞു, അല്ലേ? ആ ഒരു കറക്റ്റ് 5.81 ആണ്, 5.28 ആണ് നമ്മൾ ബാക്ക് പ്രഷർ സെറ്റ് ചെയ്തതെങ്കിലും എന്ത് സംഭവിക്കും? വീണ്ടും അത് ഡൈവർജൻസ് സെക്ഷനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകും. ഓക്കെ, ഇങ്ങനെ C എന്നുള്ളൊരു കർവായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു വേരിയേഷനിൽ കിട്ടും കറക്റ്റ് 5.28 ആണെങ്കിൽ. റെഡി അല്ലേ? ഇനി ഞാൻ സപ്പോസ്
5.2 ആയിട്ട് വെച്ച് വിചാരിക്കും, സെറ്റ് ചെയ്ത് വിചാരിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു 5.2 അല്ല. സപ്പോസ് ഞാനിവിടെ ഈ ജി എന്നുള്ളൊരു കർവ് കണ്ടോ നിങ്ങൾ, ജി ഇതാണ് നമ്മൾ ഈ ഡിസൈൻ ബാക്ക് പ്രഷർ. അത് ഓരോ നോസിലും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഒരു കറക്റ്റ് ഡിസൈൻ ബാക്ക് പ്രഷറിലാണ്, അല്ലെങ്കിൽ ഈ ഒരു എക്സോസ്റ്റ് ചേമ്പറിൻ്റെ പ്രഷർ ഡിസൈൻ പ്രഷറായിട്ട് വെച്ചെന്ന് വിചാരിക്കുക. അടുത്ത കേസിൽ ഞാൻ PDN ഡിസൈൻ പ്രഷർ, ഈ ഡിസൈൻ പ്രഷറായിട്ട് ഞാൻ എന്ത് ചെയ്ത് ഈ വാൽവിനെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ഈ ഒരു ഡിസൈൻ പ്രഷറാക്കി വെച്ചതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇനീഷ്യലി എന്താ പറയുക, ഈ കൺവെർജിങ് സെക്ഷനിൽ ഫ്ലോൻ്റെ വെലോസിറ്റി കൂടി സോണിക് കണ്ടീഷൻ എത്തി. m=1 എന്നുള്ള കണ്ടീഷനിലെത്തി. ഇവിടെ m=1 എന്നുള്ള കണ്ടീഷനിലെത്തി. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഡിസൈൻ പ്രഷർ ആയതുകൊണ്ട് തന്നെ ഇതെന്ത് സംഭവിക്കും, വീണ്ടും അത് ഡീസലറേറ്റ് ചെയ്യാതെ അത് ആക്സിലറേറ്റ് ചെയ്ത് പോകും. ആ ഒരു ആക്സിലറേറ്റ് ചെയ്ത് പോകുന്ന കർവാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിസൈൻ പ്രഷർ അത് നമ്മൾ PD എന്ന് പറയും. അപ്പം ഒരു നോസിലോ അല്ലെങ്കിൽ ഒരു ഡിഫ്യൂസറോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡിസൈൻ പ്രഷർ എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രഷർ എത്രയാണ്, അതിൽ എത്ര പ്രഷറിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം അത് ഡിസൈൻ ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ഡിസൈൻ പ്രഷർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫ്ലോ ആക്സിലറേറ്റിംഗ് ഫ്ലോ ആയി മാറുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതാ ഇങ്ങനെ വന്നിട്ട് വീണ്ടും അത് ഡീസലറേറ്റിംഗ് ആയിട്ട് മാറിപ്പോകും. നമ്മൾ ആ C എന്നുള്ള കർവ് വരച്ചതുപോലെ 5.28 വരും. അത് വീണ്ടും എന്ത് ചെയ്യും, അതൊരു തൊട്ടടുത്ത ഡൈവർജൻസ് സെക്ഷനിൽ അത് ഡീസലറേറ്റ് ചെയ്ത് പോകും. ഇനി വേറൊരു കേസ് നോക്കാം. സപ്പോസ് നമ്മളൊരു ഡിസൈൻ പ്രഷർ എന്ന് പറഞ്ഞത് ഉണ്ട്, ഡിസൈൻ പ്രഷർ. സപ്പോസ് നമ്മൾ ഈ ഒരു വാൽവ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഡിസൈൻ പ്രഷറിനേക്കാളും കൂടിയൊരു പ്രഷറും എന്നാൽ ഈ ഒരു 0.528 താഴെയുള്ളൊരു റേഞ്ചിൽ, ഡിസൈൻ പ്രഷറും 0.528 താഴെയുള്ളൊരു പ്രഷർ റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നേരത്തെ ഉണ്ടായ അതേ കേസാണ് സംഭവിക്കുക. അവിടെ എന്ത് സംഭവിക്കും, ഓവർ എക്സ്പാൻഷൻ വേവ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെയൊക്കെ ഓവർ എക്സ്പാൻഷൻ വേവുകൾ ക്രിയേറ്റ് ചെയ്യും. ഷോക്ക് വേവുകൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെയൊക്കെ ഓവർ എക്സ്പാൻഷൻ ഷോക്ക് വേവുകൾ ക്രിയേറ്റ് ചെയ്യും. ഇവിടെയും കണ്ടോ, ഇവിടെ ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ സപ്പോസ് നമ്മൾ ഡിസൈൻ പ്രഷറിനേക്കാളും കുറഞ്ഞൊരു പ്രഷറിലാണ് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതാണ് നമ്മൾ ഡിസൈൻ പ്രഷറിനേക്കാളും കുറഞ്ഞൊരു പ്രഷർ. ഓക്കെ, ഇവിടെ ഞാൻ ഇവിടെ വരച്ച് വെച്ചത്. അപ്പോൾ ആ ഒരു പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷറിലാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് ഓവർ എക്സ്പാൻഷൻ വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആ പ്രഷർ റീച്ച് ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എനിക്കറിയാം ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളതും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അറ്റ്ലീസ്റ്റ് ഇതിൽ ചോക്കിങ് എന്താണെന്നും അതിൻ്റെ വേരിയേഷൻ എന്താണെന്നുള്ളതും ആ പ്രഷർ റേഷ്യോ എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. കാണുമ്പോൾ ആകെ 2 ഫിഗറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് പഠിച്ചു വെച്ചോളൂ, 5 മാർക്ക് നടത്തി ചോദിക്കാറുണ്ട്. റെഡി അല്ലേ? എനിക്കറിയാം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ളറിയാം. നമുക്കത് ലൈവ് സെക്ഷനിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും ക്ലിയർ ചെയ്യാം. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കുക, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അടുത്ത സ്ലൈഡിൽ ഞാൻ എന്താണ് അണ്ടർ എക്സ്പാൻഷൻ ഓവർ എക്സ്പാൻഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഒന്ന് ക്രിട്ടിക്കൽ, നമ്മുടെ ഡിസൈൻ പ്രഷറിനേക്കാളും മേലുള്ള പ്രഷറിലാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് പറയും, ഓവർ എക്സ്പാൻഡിങ്ങും. അതുപോലെ ആ ഒരു ഡിസൈൻ പ്രഷറിനേക്കാളും താഴെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അണ്ടർ എക്സ്പാൻഡിങ് വേവ്സ് എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. ഓക്കെ.